നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന മമ്മൂട്ടി നായകനായി വന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ ആദ്യ ദിവസം തൊട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ പ്രൊമോഷൻ ഇല്ലായ്മ ഈ സിനിമയുടെ കളക്ഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. 3 ദിവസം പിന്നിട്ട് ഇരിക്കുന്ന ഈ സമയത്തും എനിക്ക് പറയാനുള്ളത് ചിത്രത്തിന് നല്ല രീതിയിൽ തന്നെ പ്രൊമോഷന്റെ ഇടിവ് കാണുന്നുണ്ട്. ശനിയാഴ്ച 3ാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ചെറിയ ഒരു ഉയർച്ച കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതും അത്ര വലിയ ആശാവഹമായിട്ടുള്ള ഉയർച്ചയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാഴാഴ്ച പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുകയ്ക്ക് താഴെയായിരിക്കും വെള്ളിയാഴ്ച കളക്ഷൻ കിട്ടുക. എന്നാൽ ശനിയാഴ്ചത്തേക്ക് ആവുമ്പോൾ ആ ഫസ്റ്റ് ഡേ കിട്ടിയ കളക്ഷനോടൊപ്പം തന്നെയുള്ള ഒരു തുക കിട്ടാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച അതിനേക്കാൾ കൂടുതലുള്ള തുക കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് സാധാരണ പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ചിത്രവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുന്നത് ഇതൊരു നെഗറ്റീവ് ട്രെൻഡ് അല്ല, സിനിമ ഒരു വിജയത്തിലേക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കളക്ഷൻ എല്ലാ ദിവസവും പൊതുവെ കുറവാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വരുന്ന സമയത്തുണ്ടാവുന്ന ഏറ്റവും വലിയ ഇടിവ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയോട് കൂടി തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ 1 കോടിക്ക് താഴേലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ നാളത്തെ കാര്യമാണ് പറയുന്നത്. നാളത്തെ കളക്ഷൻ വരുന്ന സമയത്ത് മിക്കവാറും 1 കോടിക്ക് താഴേലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അത് ഈ സിനിമയുടെ ലോങ് റണ്ണിനെയും ബാധിക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ടോട്ടൽ കളക്ഷനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നീ എന്തിനാണ് ചിന്തിക്കുന്നത്, അതൊക്കെ പ്രൊഡ്യൂസർ നോക്കിക്കോളൂല്ലേ, മമ്മൂട്ടിയാണ് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ കാണാറുണ്ട്. അപ്പൊ ഇന്നലെ ഒരുത്തൻ ചോദിച്ചിരുന്നു, അതിപ്പോ ഇവിടെ പറയാമെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ചങ്ങാതി ചോദിച്ചു മമ്മൂട്ടി കമ്പനിയിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും കണക്ക് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂട്ടി മാത്രമല്ല 4 പേര് പാർട്ട്ണർമാരുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. സത്യത്തിൽ പാർട്ട്ണർമാരെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല. 3 പാർട്ട്ണർമാരുടെ പേര് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സുൽഫത്ത് മമ്മൂട്ടി, ഒന്ന് സുറുമി മമ്മൂട്ടി, ഒന്ന് ജോർജ്. ഈ 3 പേരാണ് അതിനകത്ത് പാർട്ണർമാരായിട്ടുള്ളത്. അതായത് മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി ഞാനും അപ്പനും അപ്പന്റെ പെങ്ങള് സുഭദ്രാവി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സംഘടനയാണ്. പക്ഷെ അതുകൊണ്ട് കണക്കൊന്നും ആർക്കും കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പടത്തിന് ഒരു അതായത് പൊതുവെ പോസിറ്റീവ് കിട്ടിയ ഒരു പടത്തിന് അത്യാവശ്യം പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓടേണ്ട സിനിമ. ഈ സിനിമയ്ക്ക് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച തിയേറ്ററുകളുടെ എണ്ണം വ്യാഴാഴ്ച റിലീസ് ചെയ്ത് വെള്ളിയാഴ്ച തിയേറ്ററുകളുടെ എണ്ണം 25 എണ്ണം കൂടുതലായിട്ടാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഇന്നലെ 3ാം ദിവസത്തിൽ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ട്രെൻഡാണ്. അതായത് തിയേറ്ററുകളുടെ ഷോസിന്റെ എണ്ണം വലിയ കാര്യമായിട്ട് ഗണ്യമായിട്ട് തന്നെ വെട്ടിക്കുറച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം. ഇപ്പോൾ പലരും ചോദിക്കും വയനാട്ടിലെ പടം ഓടുന്നുണ്ടല്ലോ, അവിടെ ഷോ ഒരെണ്ണം കൂടുതൽ കിട്ടിയല്ലോ എന്നൊക്കെ പറയും. വയനാട്ടിൽ ഒരു ഷോ കൂടുതൽ കിട്ടുകയല്ല, വയനാട്ടിൽ ഒരു 10 ഷോ കൂടുതൽ കിട്ടിയാലും എറണാകുളത്ത് ഒരു 2 ഷോ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പോലും കളക്ഷൻ നോക്കുന്ന സമയത്ത് എറണാകുളത്തെ ക്യാൻസലേഷനാണ് 2 വലിയ കാര്യങ്ങളായിട്ട് വരിക. കാരണം ഒരു ടിക്കറ്റിന് 350 രൂപ 400 രൂപ വരെ രാത്രി സമയങ്ങളിലേക്ക് കയറി പോകുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ മാതിരിയുള്ള ഇടിവുണ്ടാകുമ്പോൾ അത് കേരളത്തിൽ ഇവിടെ മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും തിരുവനന്തപുരം, കോഴിക്കോട് എല്ലായിടത്തും തന്നെ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ്. ആദ്യ ദിവസം മറ്റുള്ള എല്ലാ ചാനലുകൾക്കും 1,85 ലക്ഷം രൂപ കിട്ടിയപ്പോൾ എനിക്ക് മാത്രം 1,75 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നു. 1,75 ലക്ഷം രൂപ തന്നെയാണ് ആദ്യ ദിവസം കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താവുന്നതാണ്, എനിക്കൊരു വിഷയവുമില്ല. 2ാം ദിവസത്തേക്ക് വരുമ്പോൾ 1,20 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൽ നിന്ന് ഒരു മാറ്റവും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. ഇപ്പോഴും കാണുന്നത് 1,20 ലക്ഷം രൂപ തന്നെയാണ് 2ാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യ ദിവസത്തേക്കാൾ 31.43% ഇടിവാണ് 2ാം ദിവസം കാണുന്നത്. അത് പക്ഷേ അത്രയും വലിയ ശതമാനമൊക്കെ പറയുമ്പോൾ വലിയൊരു ഇടിവായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഇടിവ് മാത്രമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണയായിട്ട് ആ ഒരു രീതിയിലുള്ള ഇടിവ് അവിടെ കാണാറുണ്ട്. ഇനി 3ാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് 1,37 ലക്ഷം രൂപയാണ് ചിത്രത്തിന് 3ാം ദിവസമായിട്ടുള്ള ഇന്നലെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് ഫൈനലായിട്ടുള്ള ഒരു കണക്കല്ല. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി തന്നെയാണ് അതിന്റെ കറക്റ്റ് കണക്ക് കിട്ടുകയുള്ളൂ. നാളത്തെ അപ്ഡേറ്റ്സിൽ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും 1,37 ലക്ഷം രൂപ എന്ന് പറയുന്നതിനേക്കാൾ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ഒരു 5 മുതൽ 10 ലക്ഷം രൂപ വരെ, ചിലപ്പോൾ ഒരു 1.5 കോടി രൂപ വരെ അത് കയറിയേക്കാം. അത്രേ മാത്രമേ അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഒരു പോസിറ്റീവ്
പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു വിജയ ചിത്രത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് പോലെ തന്നെ 3-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഉയർച്ച അവിടെ കാണാൻ സാധിക്കും. 14.17% ഉയർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് 1,20,00,000 രൂപ വെള്ളിയാഴ്ച കിട്ടിയോടത്തുനിന്ന് 17 ലക്ഷം രൂപയുടെ അധികം കളക്ഷൻ, അതായത് 1,37,00,000 രൂപയിലേക്ക് ശനിയാഴ്ചത്തെ കളക്ഷൻ മാറിയിട്ടുണ്ട്. മൊത്തം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച് 4,32,00,000 രൂപയാണ്. 4,32,00,000 രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണ ശരാശരി സിനിമയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ കളക്ഷനാണ്. എന്നാലൊരു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം എന്നൊക്കെ രീതിയിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുറവായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും. എന്ത് തന്നെയാലും അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ 4,32,00,000 രൂപ എന്ന് പറയുന്നത് ഒരു ശരാശരി കളക്ഷൻ തന്നെയായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ ശമ്പളവും കൂടി കൂട്ടിയിട്ടായിരിക്കണം ഈ 10-12 കോടി രൂപ കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് എന്നുണ്ടെങ്കിലും പാർട്ട്ണർമാരുടെ പേര് 3 പേരുണ്ടാവുമ്പോൾ 3 പേരും കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് കണക്ക് ഗവൺമെന്റിന് കൊടുക്കേണ്ട കണക്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് രൂപപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടി നിർമ്മിക്കുന്ന പടത്തിൽ പോലും മമ്മൂട്ടിക്ക് ശമ്പളം എഴുതി കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നതായിരിക്കണം ഈ 12 കോടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടി അത് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 4 കോടി 3 കോടി 4 കോടി കൂട്ടുക. കാരണം സംവിധായകൻ അത്ര മേടിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേറെ വലിയ പ്രതിഫലം കൊടുക്കേണ്ട ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്തിനേലും ആ ഒരു 4 കോടിയുള്ള സിനിമയാണ് ഇത് എന്നുണ്ടെങ്കിൽ, ആ 4 കോടിക്ക് ഇറക്കിയ സിനിമയാണ് ഇത് എന്നുണ്ടെങ്കിൽ ഭൂലോക ഹിറ്റാകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ പോയാൽ പോലും ഈ സിനിമ ഏറ്റവും കുറഞ്ഞ പക്ഷം 12 മുതൽ 15 കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു 10 കോടിക്ക് മുകളിൽ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 2 കോടി രൂപ വരെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ശരാശരി കണക്കാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 27 കോടി മുതൽ 30 കോടി രൂപ വരെ ഈ സിനിമയുടെ ഫൈനൽ കണക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 30 കോടിയൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 3 കോടി മുടക്കിയ ചിത്രത്തിൽ 30 കോടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയമാണോ പരാജയമാണോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്ത് തന്നെയാലും സിനിമ സാമ്പത്തിക ലാഭമാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി പ്രൊമോഷൻ കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കയറി വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ആഴ്ചയാണ് ഈ സിനിമയ്ക്ക് ഫ്രീ ആയിട്ടുള്ള റൺ കിട്ടാൻ പോകുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ടും മൗത്ത് പബ്ലിസിറ്റി പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, വേറെ പടങ്ങൾ വരും, അവർ കയറി തൂക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്ത് തന്നെയാലും നിലവിലെ അവസ്ഥയിൽ ശാന്തമായിട്ട് സിനിമ ഓടുന്നു. വലിയ ഒച്ചപ്പാടും ലഹളയൊന്നും ഉണ്ടാക്കാതെ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണുന്നു. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ കുറവുള്ളത് കൊണ്ട് തന്നെ ഈ ഡീഗ്രേഡ് ചെയ്യുന്നവർ അത്ര ശക്തമായിട്ട് ഇപ്പോൾ നിൽക്കുന്നില്ല. ആദ്യ ദിവസത്തെ ആ ഗംഭീരമായിട്ടുള്ള ഡീഗ്രേഡിങ്ങിന് വളരെ കയ്യടി അർഹിക്കുന്ന ആ ഡീഗ്രേഡിങ്ങിന് ശേഷം പിന്നീട് അവർ ആ വഴി വരുന്നതായിട്ട് കാണുന്നില്ല. 2-ാം ദിവസം കുറെ പച്ച തെളിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്ററുകളൊക്കെ കാണാൻ സാധിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്കൊരു കളിയിലേക്ക് അവർ കടക്കുന്നില്ല. അതേതായാലും നല്ലതാണ്, സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാലും നോക്കാം ഈ വെള്ളിയാഴ്ച ഈ വീക്കെൻഡോട് കൂടി തന്നെ സിനിമ എത്ര നേടും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 4.32 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കോടി രൂപ ഇന്നത്തെ കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 6 മുതൽ 6.5 വരെ കളക്ഷൻ ഈ ഫസ്റ്റ് വീക്കെൻഡിൽ സിനിമ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യ ദിവസവും പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 6 മുതൽ 6.5 കോടി രൂപ വരെ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുള്ള ചിത്രമാണിത്. ഓക്കെ, ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ കിട്ടാനുള്ള ചിത്രമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.